മറ്റു വാർത്തകളിലേക്ക്. ഇടുക്കി ദേവികുളത്ത് ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ച് നൽകിയിരിക്കുന്ന ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാൻ നീക്കം നടത്തുന്നതായി പരാതി. ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരുന്ന ട്രഷറി ജീവനക്കാരിയായ ഒരാൾക്ക് ഇത് സംബന്ധിച്ച് കത്ത് ലഭിച്ചതോടെയാണ് സംഭവത്തിൽ പ്രതിഷേധമുയർന്നിട്ടുള്ളത്. 4 പതിറ്റാണ്ടിലധികമായി ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ച് നൽകിയിരിക്കുന്ന ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാണ് ആവശ്യം. 1979 മുതൽ ദേവികുളത്ത് ട്രഷറി ജീവനക്കാർക്ക് അനുവദിച്ചു നൽകിയിട്ടുള്ള ക്വാർട്ടേഴ്സുകൾ സംബന്ധിച്ചാണ് ഇപ്പോൾ വിവാദമുയർന്നിട്ടുള്ളത്. ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ചു നൽകിയിരുന്ന ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാൻ നീക്കം നടത്തുന്നതായാണ് പരാതി. നാളിതുവരെ ട്രഷറി ജീവനക്കാരാണ് താമസം വന്നിരുന്നത്. ഈ അടുത്ത 1-2 മാസമായിട്ട് 3-4 ജീവനക്കാർക്ക് മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർക്ക് സബ് കളക്ടർ അലോട്ട് ചെയ്ത് കൊടുത്തതായിട്ട് അറിയുന്നു. നിലവിൽ താമസിക്കുന്ന ട്രഷറിയിലെ ഒരു ജീവനക്കാരി ആതിര എന്ന പെൺകുട്ടിയെ താമസം മാറാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അവരാണെങ്കിൽ 21 മുതൽ അവർ താമസിച്ച് വരുന്നു. മറ്റ് താമസ മാർഗങ്ങളൊന്നും ഇല്ലാത്ത അവരെ എങ്ങനെ ഒഴിവാക്കണം എന്ന് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് കൊടുത്തത് എന്ത് സാഹചര്യത്തിലാണെന്ന് അറിയില്ല. അവർ ആ നടപടി പിൻവലിക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. 2021 മുതൽ ക്വാർട്ടേഴ്സിൽ താമസിച്ചു വന്നിരുന്ന ട്രഷറി ജീവനക്കാരിൽ ഒരാൾക്ക് ക്വാർട്ടേഴ്സിൽ നിന്നും മാറണമെന്ന് ചൂണ്ടിക്കാട്ടി പൊതുമരാമത്ത് വകുപ്പിന്റെ കത്ത് ലഭിച്ചതോടെയാണ് വിഷയത്തിൽ പ്രതിഷേധമുയർന്നിട്ടുള്ളത്. അറിയിപ്പ് ലഭിച്ചതോടെ ട്രഷറി ജീവനക്കാരി ആശങ്കയിലായി. ക്വാർട്ടേഴ്സ് ഒഴിയേണ്ടി വന്നാൽ പ്രതിസന്ധിയിലാകുമെന്നും നിലവിലെ വരുമാനത്തിൽ വീട് വാടകയ്ക്കെടുത്ത് ജോലിക്ക് പോവുക പ്രായോഗികമായ കാര്യമല്ലെന്നും ജീവനക്കാരി പറയുന്നു. ജോലിയിൽ പ്രവേശിച്ച നാൾ മുതൽ താമസത്തിന് അനുവദിച്ചു കിട്ടിയ ക്വാർട്ടേഴ്സ് ഇതാണെന്നും ഇതിനനുപാതികമായ തുക ശമ്പളത്തിൽ നിന്നെടുക്കുന്നതായും ജീവനക്കാരി പറഞ്ഞു. കഴിഞ്ഞ ദിവസം 10-ാം തീയതി PWD ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ 7 ദിവസത്തിനകം മാറണം എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്ററാണ് വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ ക്വാർട്ടേഴ്സ് വേറെ ആൾക്ക് അലോട്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 7 ദിവസത്തിനകം മാറിക്കൊടുക്കണം എന്ന് പറയുന്നു. ഞാൻ ജോയിൻ ചെയ്ത് ക്വാർട്ടേഴ്സിൽ വന്ന അന്ന് തൊട്ട് എൻ്റെ HRA കട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് SQ അലോട്ട് ചെയ്തുന്ന ക്വാർട്ടേഴ്സിലാണ് ഞാൻ താമസിക്കുന്നത്. അതിൻ്റെ ഓർഡർ എൻ്റെ ഓഫീസിലുണ്ട്. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ മാറണം എന്ന് പറയുന്നത് എനിക്കറിയില്ല. കത്ത് ലഭിച്ച് 7 ദിവസത്തിനകം ക്വാർട്ടേഴ്സ് ഒഴിയണമെന്നാണ് നിർദ്ദേശം. വിനോദസഞ്ചാര മേഖലയായതിനാൽ മാസവാടകയ്ക്ക് ദേവികുളത്ത് വീട് ലഭിക്കുക അത്ര എളുപ്പമല്ല. ഉള്ള വീടുകൾക്ക് ഭാരിച്ച വാടകയും നൽകേണ്ടതായി വരും. ഈ സാഹചര്യത്തിൽ ട്രഷറി ജീവനക്കാർക്കായി അനുവദിച്ചു നൽകിയിരിക്കുന്ന ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാണ് ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.